യൂറോപ്യൻ കൺട്രി എല്ലാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം അവിടെ അതിനുള്ള റെപ്യൂട്ടേഷനുള്ള ജോലികളിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഉണ്ടല്ലോ. അതുപോലെ എല്ലായിടത്തും മോശമായിട്ടുള്ള പ്രവൃത്തികളുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്. അപ്പം സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. താങ്കൾ ഒന്ന് പരിചയപ്പെടുത്താം. പേരെന്താണ്? പേര് ജസ്റ്റിസ്. നാട് എവിടെയാണ്? ട്രിവാൻഡ്രം. ഓക്കെ. പ്രവാസി ജീവിതം തുടങ്ങിയിട്ട് എത്ര നാളായി? 46 വർഷമായി. 46 വർഷം? 46 40 വർഷം കഴിഞ്ഞു. ഓക്കെ. ഇതിൽ നമുക്ക് ഇത്രയും വർഷമായല്ലോ, അപ്പോൾ ഒരു മടുപ്പ് തോന്നിയിട്ടില്ലേ? മടുപ്പ് തോന്നാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിക്കാനും അധ്വാനിക്കണം എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ മടുപ്പ് തോന്നാറില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണല്ലോ വിദേശത്ത് നിന്ന്. അപ്പം സമ്പത്ത് വരുമ്പോഴത്തേക്കും പൈസകൾ വരുമ്പോൾ ജോലി ചെയ്ത് പൈസ കിട്ടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് അതിന് ഒരു മടുപ്പായിട്ട് തോന്നാറില്ല. ഈ കാലയളവിൽ ഒരുപാട് രാജ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ടാവും. അതെ. അപ്പോൾ ആ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജീവിതം, അതൊരു മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഏത് രാജ്യത്തിലോടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? മെച്ചപ്പെട്ട ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഏത് രാജ്യത്തും നമുക്ക് ജീവിക്കാം. നമ്മുടെ ഇന്ത്യ ഏറ്റവും നല്ലൊരു രാജ്യം തന്നെയാണ്. അവിടെയും നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പാദിക്കാം, മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ പറ്റും. പക്ഷേ എവിടെയായിരുന്നാലും നമ്മൾക്ക് നല്ലൊരു മനസ്സും അധ്വാനിക്കാനുള്ളൊരു കഴിവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ രാജ്യത്ത് പോലെ തന്നെ നമ്മുടെ നാട്ടിലും ജീവിക്കാം, വിദേശത്തും നല്ല രീതിയിൽ ജീവിക്കാം. ഇതിന് പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം സഹിച്ച് സഹന ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ രാജ്യം നല്ലത് തന്നെയാണ് ഇന്ത്യയെക്കാളും സാമ്പത്തികമായി നോക്കാം. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെയായിരുന്നാലും നമുക്ക് ജോലി ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. നാട്ടിൽ തിരിച്ചു വരണം, അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? അതെ, നാട്ടിൽ വരണം, സ്വന്തം നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്നുള്ള എപ്പോഴും ഉള്ള ആഗ്രഹമാണത്. പക്ഷേ നമുക്കതിനായിട്ടുള്ള ഫൈനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ വിദേശത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ വന്ന് സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും നാളും പ്രവാസി ജീവിതത്തിൽ നമ്മൾ പഠിച്ചൊരു പാഠം എന്താണ്? പ്രവാസ ജീവിതത്തിൽ പഠിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് നല്ലൊരു ജീവിതം, നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ജീവിതം നമുക്കവിടെ കിട്ടും. അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയുള്ള തലമുറ പ്രവാസിയാകണമെന്നാണോ, അല്ല നാട്ടിൽ അവർ കണ്ടിന്യൂ ചെയ്ത് അവർ നാട്ടിലൊരു നല്ലൊരു വിഷനോടുകൂടി ജീവിച്ച് അവരിവിടെ പ്രൂവ് ചെയ്യണമെന്നാണോ ആഗ്രഹം? തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള അടുത്ത തലമുറ നല്ല എഡ്യൂക്കേഷനൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കാരണം നമ്മുടെ വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പം. നമ്മുടെ ഉറ്റവരെയും ഉടവരെയും എല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് നിന്ന് ജോലി ചെയ്യുമ്പോൾ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ രാജ്യത്ത് പോകുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടതാണ്. അതുകൊണ്ട് നല്ലതെന്ന് വെച്ചാൽ നല്ല പഠിത്തവും നല്ല എന്തെങ്കിലും ഒരു പ്രൊഫഷനിൽ നിന്ന് ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. UK പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പം നിലവിൽ ഉണ്ട്. അപ്പോൾ ആ രാജ്യം നല്ലതാണോ? ഇനിയും ഒരു മുന്നോട്ട് ഇനി ഒരു 10 വർഷത്തേക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. UK എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്യൻ കൺട്രി എല്ലാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. പക്ഷേ ഏറ്റവും നല്ല സമാധാനമായിട്ട് കഴിയാം എന്ന് വിചാരിക്കേണ്ട. കാരണം അവിടെയും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഗൾഫ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും. പക്ഷേ മറ്റേ യൂറോപ്യൻ കൺട്രിയൊക്കെ എന്ന് പറയുമ്പോൾ UK, അമേരിക്ക എന്നൊക്കെ പറയുമ്പം പൈസ സമ്പാദിക്കാം, പക്ഷേ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ലൊരു ലൈഫ് കിട്ടില്ല. കാരണം ഭാര്യയും ഭർത്താവുമായിരുന്നാലും ജോലി ചെയ്യുമ്പം ഒരാൾക്ക് വേറെ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഒരാൾ ഡേ ഷിഫ്റ്റ് ആയിരിക്കും, മക്കളെ നോക്കണം, സ്കൂൾ കുട്ടികൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഗൾഫിലെങ്കിൽ അങ്ങനെയല്ല, നമുക്കെല്ലാം ഒരല്പം ശാന്തി സമാധാനം, പൈസ മാത്രം ഒരല്പം കുറവെന്നുള്ളതേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രാത്രി നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 മണിക്ക് നമുക്ക് 11 മണി വരെയും പുറത്തിറങ്ങിപ്പോയി സൂപ്പർ മാർക്കറ്റുകളും എല്ലാ ഷോപ്പിംഗ് നടത്താൻ എല്ലാ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ UK പോലുള്ളിടത്തോ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എങ്കിൽ 3 മണിയാകുമ്പോഴത്തേക്കും ഇരുട്ടായി, കാരണം തണുപ്പ് സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ അവിടെയും ഉണ്ട്. അപ്പം ഗൾഫ് കൺട്രി നല്ലതാണ്, സാമ്പത്തികമായിട്ട് അതിനേക്കാളും കുറച്ച് കുറവെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഗൾഫ് കൺട്രിയിലും നല്ല പൈസ സമ്പാദിക്കുന്നവരുണ്ട്. കാരണം അവിടെ അതിനുള്ള റെപ്യൂട്ടേഷനുള്ള ജോലികളിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും ഇതിനേക്കാളും കൂടുതൽ പൈസ സമ്പാദിക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നതാണ്. തീർച്ചയായിട്ടും
അപ്പോൾ സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നോ അതിലൂടെയാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അതെ മനസ്സിലാക്കാൻ പറ്റുക. അതിനുള്ള സഹനശക്തി ഉണ്ടാവണം, ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം. ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് രാജ്യത്തും, ഇന്ത്യയിലല്ല ഏത് രാജ്യത്ത് പോയാലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗൾഫ് ജീവിതമാണോ യൂറോപ്യൻ ജീവിതമാണോ കുറച്ചുകൂടെ, നേരത്തെ ഈ ഉത്തരം പറഞ്ഞു, എന്നിരുന്നാലും ഒരു ഉത്തരവായിട്ട് പറയുകയാണെങ്കിൽ ഗൾഫാണോ യൂറോപ്യൻ ജീവിതമാണോ നല്ലത്? ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് നല്ലതാണ് സാധാരണപ്പെട്ടവർക്ക്. കാരണം നല്ല പഠിച്ചവർക്ക് എവിടെയും ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗൾഫിലും നല്ല ശമ്പളമുള്ളവരുണ്ട്. അതല്ല, സാധാരണപ്പെട്ടവർക്ക് അവിടെ യൂറോപ്പിൽ പോയാൽ ഒത്തിരി പൈസ കൂടുതലായിട്ട് സമ്പാദിക്കാൻ പറ്റും ഗൾഫ് കൺട്രിയെ അപേക്ഷിച്ച്. ഗൾഫ് കൺട്രീസിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ പൈസ അവിടെ സമ്പാദിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൻ്റെ വ്യത്യാസങ്ങൾ, ജീവിത സ്റ്റൈലിലെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും. ഗൾഫ് കൺട്രീസിൽ കുറച്ചുകൂടെ നല്ലതാണ്, മറ്റിടത്ത് അത്രയും സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പല പല റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് നല്ലത്, മറ്റൊരു സൈഡ് ചീത്തയും വരുന്നുണ്ട്. ചീത്തയെന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്, രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, നല്ലതിന് ഓപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതിനായിട്ട് എന്താണ് ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുക? വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നോ, ഓരോ മനുഷ്യരുടെ സ്വഭാവ രീതി അനുസരിച്ച് എവിടെ നിന്നാലും അത് നല്ലത് തന്നെയാണ്. നമ്മുടെ ആദ്യം നേരെ ആക്കി കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ നല്ലതായിട്ട് കാണും. എല്ലായിടത്തും ചീത്തയും നല്ലതുമുണ്ട്, ചൂടുവെള്ളവും തണുത്ത വെള്ളം ഉണ്ടല്ലോ. അതുപോലെ എല്ലായിടത്തും മോശമായിട്ടുള്ള പ്രവൃത്തികളുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്വഭാവ രീതി അനുസരിച്ച് നമ്മൾ നല്ലത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെ ആയിരുന്നാലും നമുക്ക് നല്ലതേ വരുള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നല്ല സമയം ചീത്ത സമയം അങ്ങനെയില്ല. നമ്മൾ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും നല്ല സമയം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഞാനിനി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇനി വരുന്നൊരു 10 വർഷം എങ്ങനെയാണ് മുന്നിൽ കാണുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, ഇനി വരുന്ന 10 വർഷവും ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒരല്പം പൈസ ശേഖരിക്കുക, നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നിട്ട് സെറ്റിലായി. നമ്മുടെ നാട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, സെറ്റിലാവാൻ പറ്റിയ നമ്മുടെ നാട് തന്നെയാണ് തീർച്ചയായും. ഓക്കെ, അതാണ് ആഗ്രഹം. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം ഈ സമയമായി എന്ന ചാനലിലോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്.